തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. അത് എൻകറേജ് ചെയ്യാതെ അവൻ ഫ്ലൂക്കിൽ ജയിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ പറയച്ചാ. ദേഷ്യപ്പെടലടാ, ഞാനിവനെ കുറ്റം പറഞ്ഞതല്ല. ക്ലാസ് ടെസ്റ്റിന് ഇത്രയും ഡാൻസ് വേണോന്നാ ഞാൻ ചോദിച്ചത്. ഡാൻസ് ചെയ്യൽ എന്താ തെറ്റുള്ളത്? എന്റെ കവിൻ മോന്റെ ടാലന്റ് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അവൻ ക്ലാസ് ടെസ്റ്റിൽ മാത്രമല്ല, ആനുവൽ എക്സാമിലും അവൻ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങും. അല്ലാടാ കവിനെ, നീ മാർക്ക് വാങ്ങില്ലേ? തീർച്ചയായിട്ടും വാങ്ങുവച്ചാ. അങ്ങനെ എനിക്ക് നിലക്ക് ഒരേ മാർക്കാ ഇപ്പൊ കിട്ടിയേ. ഞങ്ങക്ക് രണ്ടുപേർക്കും ഫസ്റ്റ് മാർക്കാ. ഇതേപോലെ ഞാൻ കണ്ടിന്യൂ ചെയ്താ എല്ലാ വിഷയത്തിനും ഞാൻ നിലയെ തോപ്പിക്ക് വെച്ചാ. അങ്ങനെ പറയടാ എന്റെ ചക്കര മുത്തേ. അവൻ ചക്രമുത്ത് മാത്രമല്ലടാ, ഇന്ന് തൊട്ട് നമ്മുടെ വീട്ടിലെ സിംഹം. അങ്ങനെ പറയല്ലേച്ചാ. ഞാൻ ഇത്രയും മാർക്ക് വാങ്ങാനുള്ള കാരണക്കാരി നിലയുടെ മമ്മിയാ. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണോ വെച്ചാ? നിലയുടെ അമ്മയെ കാരണം എന്തുകൊണ്ടാടാ പറയുന്നേ? അതെ, ആ ആന്റിയാണ് ഒരു സബ്ജക്റ്റ് എത്ര ഈസി ആയിട്ട് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ട ഉപദേശം തന്നത്. അതുകൊണ്ടാ ഞാൻ ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ചത്. വായിക്കുന്നതിനേക്കാളും അത് പാട്ട് പോലെ പഠിച്ച് മൈൻഡിലോട്ട് കയറ്റിയാ വളരെ ഈസി അച്ഛമ്മേ. അതുകൊണ്ട് ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു നിലയുടെ അമ്മ. സൂപ്പറാടാ. അവര് പറയുന്ന പോലെ പഠിച്ച് നീ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി വളരെ ഉയരങ്ങളിൽ എത്തണോടാ. തീർച്ചയായിട്ടും വാങ്ങുവച്ചാ. അതൊക്കെ പോട്ടെ, ഞാൻ ഫസ്റ്റ് മാർക്ക് വാങ്ങിച്ചല്ലേ, എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് ഇല്ലേ? പിന്നെ ഇല്ലാതെ നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കേ. എവിടെയെങ്കിലും പോണെങ്കിൽ പറ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് പറ, അച്ഛൻ വാങ്ങിച്ചു തരാം. എന്നാ ഇനി അങ്ങോട്ട് നീ എല്ലാത്തിനും ഫസ്റ്റ് മാർക്ക് തന്നെ വാങ്ങിച്ചിരിക്കണം കേട്ടോ. ശരി അച്ഛാ, ഇനി എപ്പോഴും ഞാൻ ഫസ്റ്റ് മാർക്ക് വാങ്ങിക്കും. ശരി, എന്താ വേണ്ടെന്ന് പറ. നമുക്ക് പുറത്തെവിടെയെങ്കിലും ടൂർ പോയാലോ? എവിടെ? സമ്മർ വെക്കേഷൻ തുടങ്ങിയില്ലേ? ഇനിയിപ്പോ ഊട്ടിയോ കൊടൈക്കനാലോ ഏർക്കാടോ എവിടെയെങ്കിലും ഒക്കെ പോവാലോ. ശരിയല്ലേ കവിൻ? കറക്റ്റാ പറഞ്ഞത് ഡ്യൂട്ട്. എനിക്ക് ഏർക്കാട് കാണണമെന്ന് ആഗ്രഹമുണ്ട് അച്ഛാ. നമുക്ക് ഫാമിലി ആയിട്ട് പോയാലോ? ഫാമിലി ആയിട്ടും? എടാ, എനിക്ക് കമ്പനി നിറയെ ജോലിയുള്ളതാ, എനിക്ക് വരാൻ പറ്റില്ല. ഏർക്കാടോ? നോ 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 നോ, ഹിൽ സ്റ്റേഷനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. എനിക്ക് ശ്വാസം മുട്ടും, തല കറങ്ങും. എനിക്ക് വയ്യ, ഞാൻ വരില്ല. അവരാരും വന്നില്ലെങ്കിൽ സാരമില്ല, നമുക്ക് പോവാം കവിൻ. നല്ല ജോലിയായിരിക്കും. നെക്സ്റ്റ് വീക്ക് നമ്മൾ എല്ലാവരും പോകുന്നു. നെക്സ്റ്റ് വീക്കോ? അതെ. എന്താ? നാളെ തന്നെ പോവാം. നാളെയോ? എന്താ ഡ്യൂട്ട്, എന്തു പറ്റി? എനിക്ക് നാളെ കോളേജ് ഉണ്ടല്ലോ. എനിക്ക് അങ്ങോട്ട് പോണം കവിൻ. ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ലീവ് കിട്ടുമ്പോ തനിച്ചങ്ങ് പോയാ മതി. ആന്റി, നിങ്ങൾ വാ, നമുക്ക് പോയിട്ട് വരാം. സോറി കവിൻ. എന്താ ആന്റിക്ക് എന്താ പ്രശ്നം? എനിക്കും പ്രധാനപ്പെട്ട എക്സാംസ് ഒക്കെ ഉണ്ട്. എക്സാംസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അരിയർ വരും. ഛേ, നിങ്ങൾ എല്ലാരും കൂട്ടിക്കൊണ്ട് ഒരു ഏർക്കാടും പോവാൻ പറ്റില്ല. എല്ലാം മടി പിടിച്ചവരാ. അവരാരും വരുന്നില്ലെങ്കിൽ വേണ്ടടാ, നമുക്ക് പോടാ. നീ ടോപ്പ് മാർക്ക് വാങ്ങിച്ചതാ. നിനക്ക് വേണ്ടി നിന്റെ അച്ഛൻ എന്ത് ചെയ്യൂടാ? ഏർക്കാടാക്കുന്ന എന്തിനാടാ? നീ ആഗ്രഹിച്ചാ നിന്നെ ഞാൻ സ്വിറ്റ്സർലൻഡ് വരെ കൊണ്ടുപോകും. കുറയ്ക്കണ്ട, ഈ ലോകം മുഴുവൻ കാണിച്ചു കൊടുക്ക്. തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കുന്നേ. ഡാ, നീ ആനുവൽ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചോ, നിന്നെ ഞാൻ സ്വിറ്റ്സർലൻഡ് കൊണ്ടുപോകും, ഉറപ്പാണ്ടല്ലേ? നിന്റെ മോനെ നീ എവിടെ വേണേലും കൂട്ടിക്കൊണ്ടുപോയിക്കും. അതെയോ? കവിന് ആഗ്രഹം പറഞ്ഞല്ലേ? എന്നാ ഏർക്കാട് പോകുന്ന കാര്യം ഉറപ്പാ. രാത്രി എല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആരൊക്കെ വരുന്നുണ്ടോ അതെന്നോട് പറയാ. വരാൻ താല്പര്യം ഇല്ലാത്തവരൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കോ. ഞാനും കവിനും കൂടെ കാറ് ആസ്വദിച്ച് ഇങ്ങനെ ഓടിച്ചു പോയിക്കൊണ്ടേയിരിക്കും. ഇല്ലടാ എന്റെ മുത്ത്.
ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നത്? വിജി, വിജി നിന്നെയാ വിളിക്കുന്നേ. അമ്മ പറയമ്മേ, എപ്പോഴാ വന്നത്? ഞാൻ എന്താ ഫോറിനില് ടൂറ് പോയിട്ട് വന്നതാണോ? എപ്പോ വന്നെന്ന് ചോദിക്കാൻ. എന്തു പറ്റി നിനക്ക്? തനിയെ നിന്ന് ചിരിക്കുന്നുണ്ടല്ലോ. ഞാനേ ഈ കവിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. ആ, അവനെ കണ്ടായിരുന്നോ? എന്താ അവൻ ചെയ്തത്? അതില്ലമ്മേ, ഇന്നൊരു സംഭവം ഉണ്ടായി. അതെങ്ങനെ ഞാൻ പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം കേട്ടോ. കവിൻ ഇന്ന് ഫുൾ മാർക്ക് വാങ്ങിയ കാര്യം എന്റെ അടുത്ത് അത്ര സന്തോഷത്തില് ഓടി വന്ന് എന്നോട് പറഞ്ഞമ്മേ. അത് മാത്രമല്ല, അവൻ എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോ ഉടനെ എനിക്ക് എന്തോ ഒരു സന്തോഷം തോന്നി. അപ്പോ എനിക്ക് തോന്നിയ ഒരു വികാരം എന്താന്ന് എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ അറിയില്ലമ്മേ. അത് ഞാൻ പ്രസവിച്ച കുഞ്ഞ് ജീവനോടെ വന്ന് അമ്മയെന്ന് പറഞ്ഞെന്നെ കെട്ടിപ്പിടിച്ച എനിക്ക് എന്താണ് തോന്നുക, അങ്ങനെയാ എനിക്ക് തോന്നിയതമ്മേ. അവന് ഏതോരു വീട്ടിലെ മോൻ തന്നെയാണ്. എന്നാലും അവനോട് എനിക്ക് എങ്ങനെ ഒരു കണക്ഷൻ തോന്നുമെന്ന് ഞാൻ ഓർത്തത് പോലും ഇല്ല. അവനും അതെ, ഫുൾ മാർക്ക് വാങ്ങിയ സന്തോഷത്തില് എന്നോട് ഭയങ്കര ഫ്രണ്ടായി പോയി. സന്തോഷത്തോടെ സംസാരിക്കുന്നു. എന്നോട് അധികാരത്തോടെ അവനിപ്പോ പെരുമാറുന്നേ. അതുമാത്രമല്ലമ്മേ, അവന്റെ അച്ഛൻ ഇന്ന് അവനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ എന്റെ കൂടെ മിടുക്കനായിട്ട് സ്കൂട്ടറിലിരുന്ന് വന്നമ്മേ. ആ, ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് കറങ്ങി. അവന് ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തു, അത് കഴിച്ചു, ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. എനിക്കെന്തോ നിലയുടെ പോലെ തന്നെ അവനെ തോന്നി അമ്മേ. ഞാൻ അവനെ കുറിച്ച് കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ വേറെ വീട്ടിലെ കുട്ടിയാ. എന്തൊക്കെ പറഞ്ഞാലും അവൻ എനിക്ക് സ്വന്തം ആവാനൊന്നും പോകുന്നില്ല. എന്നാൽ അവന്റെ ഓരോ കളികളും ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവന് കിട്ടിയ ഫുൾ മാർക്ക്, അതിൽ അവന് തോന്നിയ സന്തോഷം, അവനെന്നെ കെട്ടിപ്പിടിച്ചപ്പോ എനിക്ക് തോന്നിയ സന്തോഷം, ഇതെല്ലാം കൂടി നോക്കുമ്പോ അവനുമായിട്ട് പല വർഷത്തെ ബന്ധം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നമ്മേ.